കടയിലാണ് ബിനോയ് ജോലി ചെയ്തിരുന്നത്. ഇവിടെ എത്തിയാണ് അലൻ ക്രൂരകൃത്യം നടത്തുന്നത്. 20-ലധികം കുത്തുകളാണ് ബിനോയുടെ ദേഹത്തുണ്ടായിരുന്നത്. സംഭവത്തിന് ശേഷം കടയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളാണ് കേസിൽ ഏറ്റവും നിർണായകമായത്. പ്രതി അലനെ ആദ്യം തെളിവെടുപ്പിനെത്തിച്ചത് തൊപ്പമ്പടിയിലെ വീട്ടിലാണ്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയടക്കം വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. അലൻ കത്തി വാങ്ങിയ നസ്രത്തിലെ കടയിലെത്തി പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി. കൊലപാതകത്തിന് 2 ദിവസം മുമ്പാണ് പ്രതി ഈ സ്ഥലത്തെത്തി കത്തി വാങ്ങുന്നത്. ആ കടയിൽ പ്രതിയെ എത്തിച്ചുകൊണ്ടാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. പിന്നാലെ കൊലപാതകം കാണുന്ന സൗദിയിലെ കടയിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊലപാതകത്തിന് ശേഷം കടയിൽ നിന്ന് കണ്ടെടുത്ത CCTV ദൃശ്യങ്ങളാണ് കേസിൽ ഏറ്റവും നിർണായകമായത്. പ്രതി അലനെ അതിവേഗത്തിൽ ബിനോയുടെ ബന്ധുക്കൾക്കടക്കം തിരിച്ചറിയാനായി. നേരത്തെ തന്നെ കൊല്ലുമെന്ന ഭീഷണി അലൻ മുഴക്കിയിരുന്നതായാണ് ബന്ധുക്കളടക്കം വ്യക്തമാക്കിയത്. CCTV ക്യാമറ നോക്കാൻ നടത്താണ് ഇങ്ങനെ ഈ ആളാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എല്ലാ പോലീസുകാർക്ക് അറിയാം. അവർ പറയും ഇപ്പോൾ ഇവനാണ് അനിയനുണ്ടായിരുന്നപ്പോൾ അനിയൻ ഓടി വന്നു. അനിയൻ ഇവനാണ്. ഇവന് എനിക്ക് നേരത്തെ അറിയാം. ഇവർക്ക് ഭീഷണി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പുള്ളിയുടെ വൈഫുമായിട്ടുള്ള വൈരാഗ്യം ഞാൻ പറഞ്ഞു. പുള്ളി ഭാര്യ എന്താ ഈ സൈക്കാട്രിസ്റ്റ് എന്താ അപ്പോൾ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഷോക്കടിപ്പിച്ചിട്ട് അതിൻ്റെ വൈരാഗ്യം ഇപ്പം പറഞ്ഞുകൊണ്ടാണെന്നൊക്കെ ഇവൻ കൊല്ലും ഇവർക്ക് ഇവനൊന്ന് പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും ഇത് മുന്നറിയിപ്പ് കൊടുത്താൽ മതിയാണ്. ഇവിടെ ഉണ്ടായിരുന്ന മറ്റാളുകളുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കടയിൽ വെച്ചുണ്ടായ ക്രൂരതയുടെ നടുക്കത്തിലാണ് നാടൊന്നാകെ. നല്ലൊരു ചെക്കനായിരുന്ന പയ്യൻ. പക്ഷെ ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഇത് നടക്കുന്നതന്നെ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. മനസ്സിനും ജനങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. കാണാൻ വേണ്ടിയാണ് ഇയാളൊന്ന് കാണാൻ വേണ്ടി വ്യക്തിനൊന്ന് കാണണ്ടേ നമുക്ക്. അല്ലാതെ പിന്നെ എങ്ങനെയാണ് നമ്മുടെ പരിസരത്ത് വന്നല്ലേ ചെയ്തേക്കണത്, ഇതുപോലെ ചെയ്തേക്കണം. അപ്പോൾ ഒന്ന് കാണണം. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കൂടി കണ്ടെടുത്തതോടെ കേസിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നാടൊന്നാകെ കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ്. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.